Hello, Namaskaram. I'm Merin. Welcome to my channel. In this video, a winter season oil pastel drawing. If the video starts, you can subscribe to the channel. Subscribe to the bell icon and press the bell icon. If you videos notification, you can get it. Now, we video start. അപ്പോൾ ഡിസംബർ മാസം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വളരെയധികം സന്തോഷം തരുന്ന ഒരു മാസം തന്നെയാണ് ഡിസംബർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡ്രോ ചെയ്യാൻ പോകുന്നത് ഒരു വിന്റർ തീമിലുള്ള ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാബർ കാസ്റ്റലിന്റെ ഓയിൽ പേസ്റ്റൽസ്, ഫാബർ കാസ്റ്റലിന്റെ പെൻസിൽ കളേഴ്സ്, 9B പെൻസിൽ, ഫെവിക്രിൽ വൈറ്റ് അക്രലിക് കളർ, A4 സൈസ് ഡ്രോയിങ് ഷീറ്റ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വളരെ ലൈറ്റ് ആയിട്ടൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേളിൽ ഓരോ കളേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു സൺറൈസിൻ്റെ ഒരു കളർ കോമ്പിനേഷനിൽ ഓരോരോ കളർ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അധികം ഡീറ്റെയിൽ ആയിട്ട് വളരെ തിക്കായിട്ടൊന്നും അടിക്കേണ്ട, റഫായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അവസാനം നമ്മളെല്ലാം മർജ് ചെയ്തെടുക്കും. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ജസ്റ്റ് എല്ലായിടത്തും കളർ പറ്റുന്ന രീതിയിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന എല്ലാ കളേഴ്സിൻ്റെയും ലിസ്റ്റ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് തന്നെ നോക്കുക. നിങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, സെയിം കളേഴ്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഈ ഇത്രയും പോർഷൻ നമ്മൾ മൗണ്ടൻസിന് വേണ്ടിയിട്ട് വിട്ടേക്കുവാണ്. ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഈ കളേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കണം. സ്മഡ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലൈറ്റ് കളറിൽ നിന്ന് വേണം ഡാർക്ക് കളറിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. വൈറ്റ് ഗ്യാപ്സ് എല്ലാം ഫില്ലാവുന്ന രീതിയിൽ എല്ലാ കളേഴ്സും നല്ലതുപോലെ സ്മഡ്ജ് ചെയ്തെടുക്കുക. കളേഴ്സ് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. കളേഴ്സ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇയർ ബഡും യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജസിലൊക്കെയാണ് നമ്മൾ കളേഴ്സ് ബ്ലെൻഡ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇയർ ബഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇയർബഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്യുവാണ്. അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ഓരോരോ കളേഴ്സ് ഏതൊക്കെ കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്നും നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ചിലപ്പം ശരിയാവില്ലായിരിക്കും, പക്ഷെ പ്രാക്ടീസിലൂടെ നമുക്കത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ വൈറ്റ് ഗ്യാപ്സ് ഒക്കെ നല്ലതുപോലെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ കളേഴ്സ് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യുക.
ഇതിപ്പോൾ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഇത്ര ലൈറ്റായിട്ട് കാണുന്നത്. നമ്മൾ പെൻസിൽ വെച്ച് ചെയ്തേക്കുന്നത് കൊണ്ട് ലൈറ്റ് വീഴുമ്പോഴത്തേക്ക് ഷൈൻ ആവുകയാണ്. നല്ല ഡ്രോയിങ് നോക്കുമ്പോൾ നല്ല ഡാർക്ക് കളറുമാണ്. ഇനി വൈറ്റ് കളർ യൂസ് ചെയ്ത് നമ്മൾ സ്പ്ലാറ്റേഴ്സ് ഇടുവാണ്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചൊരു സ്നോയി എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു നല്ലൊരു വിൻ്റർ സൺറൈസിൻ്റെ ഒരു സീനാണ് നമ്മൾ വരച്ചത്. കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ടേപ്പ് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ചെയ്യാൻ. ആർക്ക് വേണമെങ്കിലും വരയ്ക്കാവുന്ന എളുപ്പമായിട്ടുള്ളൊരു സീനറിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഡ്രോയിങ് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.